ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ തിരുവോണത്തിൻ്റെ ദിവസത്തെ വ്ളോഗാണ്. അപ്പോൾ ഞാൻ ഉത്രാടത്തിൻ്റെ ദിവസത്തെ കഴിഞ്ഞതിന് ശേഷം എഡിറ്റ് ചെയ്തിട്ടിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരുടെ ഓണമൊക്കെ അടിപൊളിയായെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഓണം കുഴപ്പമില്ലാണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അജയേട്ടൻ ഇവിടെ ഇല്ല എന്നുള്ളൊരു കുറവുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പൂക്കളൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് മിസ് ചെയ്തു, കാരണം വരച്ചു തരുന്നതൊക്കെ അജയേട്ടനാണ്. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങളിതാ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിലെ പൂക്കളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലം, ബേപ്പൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രം. അതിനുശേഷം വീട്ടിലെത്തി ഏതായാലും അണിഞ്ഞൊരുങ്ങിയതെല്ലാം ഒരു കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ആ പ്രഹസനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അങ്ങനെ ഏട്ടനെയും മോനെയൊക്കെ പിടിച്ച് നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. അങ്ങനെ ഭരത്തുമോൻ നല്ല മുണ്ട് ഷർട്ടൊക്കെയാണ് ഓണത്തിന് ഇട്ടത്. അങ്ങനെ 3 പേരും കൂടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അച്ഛനെയും മോനെയും പിടിച്ചിരുത്തി കുറച്ച് ഫോട്ടോ എടുത്തു. പിന്നെ ഞാനും ഭരത്തുമോനും കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. ഇതൊക്കെയായിരുന്നു പരിപാടി. അതിനുശേഷം വിഷന്ന് കുടൽ കരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല മുട്ടക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം വേഗം തന്നെ അമ്മൻ്റെ കൂടെ അതിരുന്ന് കഴിച്ചു കേട്ടോ. ഏട്ടൻ അവിടെ നിന്ന് കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ അമ്മയും ഞാനും മുട്ടക്കറിയൊക്കെ കഥയൊക്കെ പറഞ്ഞ് കഴിച്ചു. ഞാൻ അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത് പൂ ഇടേണ്ടതാണ് ഗൈസ്. അപ്പോൾ നേരത്തെ തന്നെ ഇത്രയാക്കി വെച്ചതാണ്. അപ്പോൾ ബാക്കിയും കൂടെ ഇടണം എന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിതാ പൂക്കളത്തിലേക്കുള്ള തയ്യാറെടുപ്പിലേക്കാണ് ഗൈസ്. അങ്ങനെ അപ്പോൾ ഞാൻ ഈ ഇട്ട ഡ്രസ്സിൽ തന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ പ്രഹസനമാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ നമ്മുടെ ഭരത്തുമോൻ പുട്ടൊക്കെ കൂട്ടി ഇവിടെ നല്ല ചായ കുടിക്കലാണ്. അപ്പോൾ ഞാൻ ഇത് വെറുതെ ഇരിക്കുന്നതാണ് ഗൈസ്. ഏതായാലും ഈ ഡ്രസ്സിൽ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ട് വേഗം തന്നെ തേക്കിൻ്റെ ഇലയൊക്കെ മിക്സിയിൽ പൊടിച്ചുകൊണ്ടുവന്നു കേട്ടോ. ഈ തേക്കിനെല്ലാം നിങ്ങൾ ഓണത്തിന് യൂസ് ചെയ്യാറുണ്ടോ? നല്ല ഭംഗിയാണ്, ഇതിൻ്റെ ഒരു വേറൊരു കളറാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്ക് എല്ലാ ഓണത്തിനും ഞങ്ങളിങ്ങനെ ഇത് പൊടിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളെ മുന്നേ തന്നെ ഒരു അപ്പുറത്തെ പറമ്പിൽ ഇതിൻ്റെ ഒരു മരം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് വേഗം അച്ഛനെ കൊണ്ട് പറപ്പിച്ചിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ 4 ഭാഗങ്ങൾ ഇടാം. അപ്പോൾ ഒറ്റയ്ക്കാണ് ഞാൻ ഈ പൂക്കളം ഇട്ടതുകൊണ്ട് തന്നെ സിമ്പിളാക്കി ഇടാമെന്നാണ് വിചാരിച്ചത്. എന്നാലും കുഴപ്പമില്ല എന്ന് എൻ്റെ ഒരു ധാരണ കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, കൊള്ളാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. വട്ടൊക്കെ ഞാൻ വരച്ചതാലേക്കുമ്പോൾ എനിക്കിപ്പോൾ ചിരി വരികയാണ് ഗൈസ് കേട്ടോ. അമ്മയും ഞാനും കോമഡി കളിച്ചാണ് ഈ വട്ടൊക്കെ വരച്ചത് കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ എൻ്റെ പൂക്കൾ എങ്ങനെയാണ്, നിങ്ങളുടെ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ പൂക്കൾ എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യണം. എൻ്റെ പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഞാനിതാ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. അവിടെ ഞാൻ കുറച്ച് അതിൻ്റെ തുമ്പൊക്കെ നീട്ടി നോക്കി. പിന്നെ എനിക്ക് തോന്നി അത് കൊളായിന്ന്. പിന്നെ അതൊക്കെ വാരി അവിടെ പിന്നെയും മഞ്ഞപ്പൂ ഇട്ട് ഒരു വിധത്തിൽ ഞാൻ എന്തെല്ലാമൊക്കെയോ കാണിച്ചു കൂട്ടി എൻ്റെ പൂക്കളൊക്കെ സെറ്റാക്കിയിട്ടോ ഗൈസ്. അപ്പം ഓണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലേക്ക് ഓടി വരിക എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഓണത്തിന് എനിക്ക് എന്താ മനസ്സിലേക്ക് ഓടി വരുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പൂക്കളിടുന്നതും സദ്യ കഴിക്കുന്നതും സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അടുത്ത വീട്ടിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിരിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെയാണ് കേട്ടോ. അതൊക്കെ ഒരു ഓർമ്മയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഓണം വ്യത്യസ്തമാണ്, അവിടുത്തെ ഓണം വ്യത്യസ്തമാണ്. അങ്ങനെയാണല്ലോ നമുക്ക് 2 വീട്ടിലെ ഓണം വ്യത്യസ്തമായ രീതിയിലാണല്ലോ ഉണ്ടാവുക ഗൈസ്. കല്യാണത്തിന് മുന്നേ കല്യാണത്തിന് ശേഷം എല്ലാവർക്കും വ്യത്യസ്തമായ ഓണമായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഞങ്ങൾക്ക് ഭരത്തുമോനും കൂടെ ഉണ്ട്. ഈ പ്രാവശ്യമില്ല, കഴിഞ്ഞ പ്രാവശ്യം ഭരത്തുമോനുണ്ട് കേട്ടോ. അങ്ങനെ ഏട്ടനെ പിടിച്ചിരുത്തി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു കേട്ടോ പൂക്കളത്തിന് മുന്നിൽ. പിന്നെ കുറച്ച് നേരം വൈകിയ ശേഷമാണ് മുറ്റത്തേക്ക് പോയത്. ഈ തറയിലാണ് ഗൈസ് ആദ്യം ഇടേണ്ടതെന്ന് അച്ഛൻ പറഞ്ഞു. പക്ഷേ ഞാൻ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ അടുക്കളയിൽ അമ്മ തകൃതിയായി പണിയിലാണ് കേട്ടോ, സദ്യയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് അടുക്കളയിലേക്കും പോകട്ടെ. അപ്പോൾ ഇതാണ് എൻ്റെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ആകെ മൊത്തം ഞാൻ ക്ഷീണിച്ചിട്ടോ. മുറ്റത്ത് പോയപ്പോഴാണ് അധികം ക്ഷീണിച്ചത്, കാരണം അവിടെ പൊരി വെയിലായതുകൊണ്ട് ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ഞാൻ എടുത്തു കൂട്ടി. അവിടുത്തെ ഫോട്ടോ ഒന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ ഗൈസ്. ഞാൻ വിചാരിച്ചതിലും അടിപൊളിയാണ് എൻ്റെ പൂക്കളെന്നാണ് ഞാൻ പറയുന്നത്, കാരണം ഞാൻ ഒറ്റക്കിട്ടതാണല്ലോ ഗൈസ്. അങ്ങനെ എൻ്റെ കയ്യിലൊക്കെ ചെട്ടീൻ്റെ മണമൊക്കെ ഉണ്ട് ഗൈസ്. എന്തായാലും ഒരു വിധത്തിൽ കഴിഞ്ഞു. പിന്നെ അടുക്കളയിലെത്തിയപ്പോൾ ഒരുവിധ പണിയൊക്കെ തീർന്ന് ഇനി മീനിലുള്ള പണിയാണ്. ഇതും അമ്മയ്ക്കുള്ളതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് നല്ലൊരു സ്രാവും ആഗോലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഞങ്ങളുടെ സദ്യേൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ ഗൈസ്. അങ്ങനെ ഇലയൊക്കെ ഇട്ട് ഞങ്ങൾ ഫ്രഷൊക്കെ ആയി വന്ന് എല്ലാവരും കൂടെ ഇലയൊക്കെ ഇട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഭരത്തുമോൻ എന്നെ കൊടുത്തിട്ടുണ്ട്. അവൻ ഇലയൊക്കെ ഇട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി ഞങ്ങൾ എല്ലാവരും കൂടെ ഇലയൊക്കെ ഇട്ടിരുന്ന് ഭക്ഷണം കഴിക്കും. ഞങ്ങളുടെ സദ്യയാണ്. സദ്യയിൽ മീൻകറി മീൻ പൊരിച്ചതൊക്കെ ഉണ്ടാവും കേട്ടോ അവിടുത്തെ സദ്യയിൽ. നിങ്ങളുടെ സദ്യയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഞങ്ങൾക്ക് അവിയലും കൂട്ടുകറി, സാമ്പാർ, പുളി, പപ്പടം, അച്ചാറ്, പിന്നെ നമ്മുടെ സാമ്പാറും പിന്നെ മീൻകറിയും മീൻ പൊരിച്ചതൊക്കെയാണ് കേട്ടോ. അങ്ങനെ 2 പപ്പടം ഞാൻ എടുത്തു ഗൈസ്. അങ്ങനെ എല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചിട്ടു. അപ്പം പിന്നെ അവൻ കഴിക്കുന്നതിന് പുറമെ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്ന ഡ്യൂട്ടി അവൻ ഏറ്റെടുത്തു. വൈകുന്നേരം ആയപ്പോൾ ആ ഡ്രസ്സ് പിന്നെ എടുത്തിട്ട് സുന്ദരിയായി ഒരുങ്ങി നിൽക്കുകയാണ് ഗൈസ്. എന്തിനാണെന്നറിയണ്ടേ, നമ്മുടെ വീട്ടിലേക്ക് പോകുന്നൊരു ചടങ്ങുണ്ടല്ലോ അല്ലേ. അങ്ങനെ അതിന് മുന്നേ അമ്മ ഞങ്ങൾക്ക് പായസമൊക്കെ തന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കൊലായിൽ ഇരുന്ന് പായസം കുടിച്ച് ഭരത്തുമോനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചൂടുണ്ടായിരുന്നു കേട്ടോ, അതാണ് ഇങ്ങനെ കളിക്കുന്നത്. പിന്നെ അവൻ എൻ്റെ സ്പൂണിന് അടിയായിട്ടോ ഗൈസ്. അങ്ങനെ ഒരു വിധത്തിൽ എല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയിട്ടുണ്ട്. അമ്മമ്മ പടി വരെ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. അവരെത്തിയത് അവൻ ഇറങ്ങി ഓടിയിട്ട് അമ്മമ്മേൻ്റെ അടുത്തേക്ക് കൈ നീട്ടിയിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ അമ്മമ്മേനെ. അങ്ങനെ അതുകൊണ്ട് തന്നെ അവിടെ എത്തിയപ്പോൾ തന്നെ അവൻ ഓടിപ്പോയിട്ടൊക്കെ അവൻ്റെ എല്ലാ കളികൾക്കും അമ്മമ്മ കൂട്ടു നിൽക്കുന്നതുകൊണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
അങ്ങനെ അമ്മച്ചനും എല്ലാവരും വഴിയിലേക്ക് തന്നെ ഓടി വരുന്നുണ്ട് സ്നേഹപ്രകടനങ്ങൾ കിട്ടുക. ജീനും ഷർട്ടും ഷൂ ഒക്കെ ഇട്ട് ചുള്ളനായിട്ടാണ് കേട്ടോ അവൻ പോയത്. അതായത് അമ്മച്ചനും വന്നിട്ടുണ്ട് അവന് ഓടി കെട്ടിപ്പിടിക്കാനും സ്നേഹപ്രകടനങ്ങൾ കിട്ടുക. മെല്ലെ മെല്ലെ ഓരോ പടികൾ അവൻ ചവിട്ടി ചവിട്ടി കയറുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഗൈസ് എൻ്റെ വീട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ സ്നേഹപ്രകടനങ്ങൾക്കൊക്കെ ശേഷം ഞങ്ങളിതാ വീട്ടിലേക്ക് കയറുകയാണ് കേട്ടോ ഗൈസ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവന് ഞാനും അച്ഛനൊന്നും വേണ്ട, അവൻ അമ്മമ്മയും അമ്മച്ചനും മതി കേട്ടോ. പിന്നെ അവിടെ എത്തി അവിടെ എന്തൊക്കെയോ മറന്നു വെച്ച പോലെയാണ് കേട്ടോ. അവൻ അങ്ങോട്ടോടുന്ന് ഇങ്ങോട്ടോടുന്ന് മുറ്റത്തുനിന്ന് കയറുന്നില്ല കേട്ടോ. പിന്നെ അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുളികൻ തമ്പായിൻ്റെ അടുത്തേക്ക് പോയിച്ചു അവിടെ നേരം കുറച്ച് നിന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് അവൻ വീട്ടിലേക്ക് കയറുക. ഇത് അവൻ വലുതായതിനു ശേഷം അവൻ്റെ ഒരു ശീലമാണ് കേട്ടോ അവിടെ പോയി പ്രാർത്ഥിക്കൽ. ഞങ്ങൾ വീട്ടിൽ പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെ വിളക്കത്തിക്കുമ്പോൾ അവിടെ പോയി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അവിടെ തമ്പായി ഉണ്ടെന്ന് അവൻ നന്നായിട്ട് അറിയാം. അങ്ങനെ എന്താ ഇവിടെ അങ്ങനെ ഓണല്ലേ, എന്നാലും അമ്മ ചെറിയ രീതിയിൽ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അമ്മ ഞങ്ങൾക്ക് നല്ല ഹോർലിക്സും മുട്ടയും പിന്നെ ബേക്കറിയൊക്കെ കൊണ്ടു തന്നു. അതൊക്കെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ. അവന് മുട്ട ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അമ്മമ്മ പുഴുങ്ങി വെക്കുമ്പോൾ ഞങ്ങൾക്കും കൂടെ പുഴുങ്ങി വെച്ചതാണ് കേട്ടോ. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ അങ്ങനെ അവന് മധുരമുള്ള ഹോർലിക്സ് ഒന്നും കൊടുക്കാറില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അമ്മമ്മ അതൊക്കെ ശീലാക്കും. അങ്ങനെ അവൻ എന്താ സ്പൂൺ കൊണ്ടാണ് കേട്ടോ ഗൈസ് ഹോർലിക്സ് ഒക്കെ കുടിക്കുന്നത്. ഹോർലിക്സ് കുടിക്കുന്നതിൻ്റെ ബടിയിലൊരു പ്ലേറ്റ് കൊണ്ട് കേട്ടോ അവിടെ കയറി ഇരുന്നിട്ട് കുടിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് കേട്ടോ. അപ്പോഴത്തേക്ക് വിളക്കെത്തിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഏകദേശം ഇരുടായി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചാണ്. പിന്നെ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ അമ്മ ഞങ്ങൾക്ക് നല്ല പത്തിരിയും ചിക്കൻ കറിയൊക്കെ തന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. അപ്പം ഞങ്ങളുടെ തിരുവോണം ഇങ്ങനെയാണ്. അപ്പോൾ ബൈ ഗായ്സ്.